ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് രാവിലെ കുടുംബസമേതം ഞങ്ങൾ തേക്കടി, പാഞ്ചാലിമേട്, മുല്ലപ്പെരിയാർ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുട്ടിക്കാനത്തിന് മുമ്പായിട്ട് ഇടതുവശത്ത് ഒരു അടിപൊളി ഒരു സീൻ, ഒരു രക്ഷയില്ല, കിട്ടും. മീശപ്പുലിമലയെ നിങ്ങൾ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത്ര ഒന്നും പോയില്ലേലും നമ്മുടെ കുട്ടിക്കാനം പോകുന്ന വഴിക്ക് നമുക്ക് ആടാറൊരു സീൻ കാണാം. ഇത് കിടുക്കാച്ചി മഞ്ഞ് പെയ്യുന്നൊരു സൂപ്പർ സീൻ കണ്ടോ? സമയം ഇപ്പോൾ 6:45 സമയം. ഒരു രക്ഷയില്ല, കിടു. നമ്മുടെ പുല്ലുപാറ ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ടാണ് ഈ സീന്. അപ്പം വാഗമണ്ണ, കുമളി, തേക്കടിയൊക്കെ പോകുന്നവർ രാവിലെ ഈ സമയത്തോടെ ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ വ്യൂ കാണാം. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 8 മണിയായ സമയം. കാപ്പ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്താൻ വണ്ടി ഒതുക്കിയിടാൻ പറ്റുന്ന സ്ഥലം ഞങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു. ഫുഡെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരും എല്ലാവരും ഞങ്ങൾ പോകുന്നല്ലേ, അതുകൊണ്ട് ഫുഡെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ കാപ്പ് കുടിക്കാനായിട്ട് നിർത്തിയതാണ്. കൊറോണ കാലമായിട്ട് ഞങ്ങൾ ഹോട്ടൽ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങൾ അടിപൊളി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കഴിച്ച പാത്രങ്ങളെല്ലാം ഞങ്ങളൊരു പ്ലാസ്റ്റിക് കവറിൽ ശേഖരിച്ചിട്ട് വേസ്റ്റ് ഇടേണ്ടിടത്താണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്, ഇവിടെയല്ല. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നവർ ഇത്ര നല്ല സ്ഥലങ്ങളാണ്, നമ്മൾ പൊന്നു പോലത്തെ സ്ഥലങ്ങളാണ്. അവിടെ കൊണ്ട് വലിച്ചെറിയാതെ നമ്മൾ സൂക്ഷിച്ച് എവിടെയെങ്കിലും വേസ്റ്റ് ബിന്നെല്ലാം കാണാം, അവിടെ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. കാപ്പൊടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങോട്ട് എത്തും തോറും കോട മഞ്ഞ് കൂടുതലാണ്. ഒരു 9:30ക്കാണ് ബോട്ടിങ്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും നമ്മളവിടെ എത്തണം. ടിക്കറ്റ് എടുക്കണം. തിരക്കുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. വഴിയിൽ ഫുള്ള് കോടമഞ്ഞ്.
ഫ്രണ്ട്സ്, അങ്ങനെ 9 മണിയായപ്പോൾ ഞങ്ങൾ കുമളി ടൗണിൽ എത്തിയിരിക്കുകയാണ്. കുമളി ടൗൺ ഫുള്ള് കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നു. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ തേക്കടിക്ക് പോകുന്നത്. കുമളി ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഉള്ളിലേക്ക് തേക്കടി. അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കുമളി എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ലേറ്റ് ഒന്നും ആയിട്ടില്ല. 9:30ക്കാണ് ബോട്ടിങ്. വണ്ടി പാർക്ക് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക, കയറുക. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവാണ്. ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും ബോട്ടിങ്ങിന് പോകുമ്പോൾ. ആനക്കൂട്ടങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷെ നല്ല മഞ്ഞാണ്. സമയം 9:10 എങ്കിലും നല്ല മഞ്ഞ്, മൂടൽ മഞ്ഞാണ് ചുറ്റിനും. ജിജോ, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. എടുപ്പുവാ നമ്മൾ എടുപ്പുവാ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എൻട്രൻസ് ഫീസ് 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ബോട്ടിങ്ങിനുള്ള പൈസ സെപ്പറേറ്റ് ആണ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇവരുടെ ബസ്സിൽ കയറിയിട്ടാണ് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നത്. വനത്തിൽ കൂടെയുള്ളൊരു ചെറിയ യാത്രയാണ്. 4 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് കാണിച്ചേ. ഹായ് 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 ഹായ്. ആർക്കും മടുപ്പ് ക്ഷീണമൊന്നുമില്ല. ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. 9:30ക്കാണ് ബോട്ടിങ്. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താഴെ കിടപ്പുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 380 രൂപയാണ് ഒരാൾക്ക്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കണം. ഒഴിഞ്ഞു കിടക്കുന്ന ടിക്കറ്റ് കൗണ്ടറുകളാണ്. ഒരുപാട് തിരക്കൊന്നുമില്ല കൗണ്ടറിൽ. കൊറോണ കാലമായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. വിദേശികളായിരുന്നു ഏറ്റവും കൂടുതൽ തേക്കടിയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. ധാരാളം കുരങ്ങുകളെ നമുക്ക് കാണാൻ സാധിക്കും എൻട്രൻസിൽ തന്നെ. ഇത് ബോട്ടിങ്ങിന് മുമ്പായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ബോട്ടിൻ്റെ സമയത്ത് നമുക്ക് താഴോട്ട് ഇറങ്ങാനാണ്. ഇപ്പം ഓൾറെഡി ബോട്ടിങ്ങുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ബാക്കിയുള്ളവരെല്ലാം താഴോട്ട് പോയി. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി താഴോട്ട് പോവുകയാണ്. തേക്കടി ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വന്യജീവികളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആനക്കൂട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്ക് കുറവാണെങ്കിലും താഴോട്ട് പോയപ്പോൾ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടുകാരാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവർ ഒരുപാട് പേരുണ്ട്. താഴേക്ക് എല്ലാവരും പോകുന്നു ബോട്ടിങ്ങിന് വേണ്ടി. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ബോട്ടിൻ്റെ ടോപ്പിൽ നിന്ന് യാത്ര ചെയ്യേണ്ടവർ നേരത്തെ വരിക. ആദ്യം വരുന്നവർക്കാണ് ടോപ്പിൽ സീറ്റ് കിട്ടുക. അത് കഴിഞ്ഞിട്ടാണ് താഴത്തേക്കുള്ള സീറ്റ്. അതുകൊണ്ട് രാവിലെ നേരത്തെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. യാത്ര തുടങ്ങുന്നതിന് അവിടെ തന്നെ ഉണ്ട് എത്ര അടി താഴ്ച വെള്ളമുണ്ട്, ഇപ്പോൾ എത്രയുണ്ട്. അതുപോലെ മഴക്കാലത്തൊക്കെ വെള്ളം കൂടുന്നുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയുള്ള ഒരളവ് പോലാണത്. അപ്പോൾ ഞങ്ങൾ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുന്നു. മൃഗങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ 2 സൈഡിലേക്ക് നോക്കി മുന്നോട്ട് പോകുന്നു. തേക്കടി ബോട്ടിങ്ങിനൊരു പ്രത്യേകതയാണ്. ആ ലേക്ക് ഫുള്ള് മരക്കുറ്റികളാണ്. 1ഉം 2ഉം അല്ല, ഒരുപാട് മരക്കുറ്റികൾ. വെള്ളം കൂടുമ്പോൾ മരക്കുറ്റികൾ കാണത്തില്ല. സ്ഥിരമായിട്ട് വളരെ അറിയാവുന്ന ഡ്രൈവേഴ്സാണ് ബോട്ട് ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ബോട്ടിങ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ ആ ബോട്ടെ കയറുന്നതിന് മുമ്പ് ഇച്ചിരി ഒരു കുഞ്ഞാനെ കണ്ടായിരുന്നു. ബോട്ട് വന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടില്ല.
ആരണ്ട് കെട്ടിയിട്ടേക്കുന്നു. അപ്പുറത്ത് കയറുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിന് പിന്നാലെ വരുന്നത് അത് KTDCയുടെ ബോട്ടാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട്. ഫ്രണ്ട്സ്, സാധാരണഗതിയിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ധാരാളം നമുക്ക് ആനക്കൂട്ടങ്ങളെ കൂട്ടങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ കാട്ടുപോത്തിനെ കാണാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസത്തെ കാലാവസ്ഥ മോശമായ ഒന്നിനെ കാണാൻ സാധിച്ചില്ല. ആനിമൽസിനെ കാണാൻ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും സമ്മർ സീസണിൽ തേക്കടി വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് വരാത്തത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് KTDCയുടെ അണ്ടറിലുള്ള ലേക്ക് പാലസ് എന്ന സ്റ്റാർ ഹോട്ടൽ. അവിടുത്തെ താമസം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം ഈവനിങ്ങൊക്കെ നമുക്ക് മൃഗങ്ങളെയൊക്കെ നമ്മുടെ തൊട്ട് താഴെ കാണാൻ സാധിക്കും. ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് ആരും അങ്ങോട്ട് എടുക്കത്തില്ല. അവിടെയൊക്കെ താമസിച്ച് ഇങ്ങനൊരു ബോട്ടിങ് നടത്തുവാണെങ്കിൽ തേക്കടി യാത്ര ഭയങ്കര രസമായിരിക്കും. വന്നും പോയി മരക്കുറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ ബസ്സിൽ വന്നിറങ്ങിയപ്പോഴേക്കും ആദ്യത്തെ ട്രിപ്പിന് പോയവർ പറഞ്ഞു അവരൊന്നും കണ്ടില്ല. ഒരു നെഗറ്റീവ് കമൻ്റായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ തേക്കടി വന്നിട്ട് ബോട്ട് ചെയ്തില്ലെങ്കിൽ മോശമാണെന്ന് വെച്ച് ഞങ്ങളും ബോട്ടിങ്ങിന് കയറി. പക്ഷെ അവർ അതിന് വെച്ചേക്കുന്ന ചാർജ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റേതായിട്ടുള്ള ഒന്നുമില്ല. 350 രൂപയാണ് ഒരാൾക്ക്. പിന്നെ എൻട്രൻസ് ഫീസ് അല്ലാതെ 100 രൂപ അവന്മാർ മേടിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടോയ്ലറ്റൊക്കെ വളരെ മോശമാണ്. ആൾക്കാരും അവരും ഗൈഡായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. ഇത് മുല്ലപ്പെരിയാർ ഡാം വരെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ബോട്ടിങ് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ആനയെ കണ്ടിരിക്കുകയാണ്. ഒറ്റയാന. വീഴില്ലേ? അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെറിയ നിരാശയുണ്ട്. പിന്നെ ഒരു ആനയും കാട്ടുപോത്തിനെയും പന്നിക്കൂട്ടവും ഒക്കെ കണ്ടുകൊണ്ട് ചെറിയൊരു സന്തോഷമുണ്ട്. ഒന്നും കാണാതെ പോയിട്ട് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾ തിരിച്ച് ബോട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് വന്നു. അടുത്ത ബോട്ടിങ്ങിന് വേണ്ടിയുള്ള സമയമായിട്ടുണ്ട്. ആൾക്കാർ മുകളിൽ നിന്ന് ധാരാളമായിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ജസ്റ്റ് ഒരു യാത്ര എൻജോയ് ചെയ്യുക. പക്ഷേ KTDCക്കാർ എങ്ങനെ പോയാലും ഇതിൻ്റെ റേറ്റ് അല്പം കുറയ്ക്കുകയാണെങ്കിൽ അത് ഈ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷകരമായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ്. ഇവിടെ അടുത്ത് ഒരു എലിഫൻറ്റ് റൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ വന്യമൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ച് എലിഫൻറ്റ് റൈഡിൻ്റെ അങ്ങോട്ട് പോവാണ്. രാവിലെ ഒരു മഴ മൂടിയൊരു കാലാവസ്ഥയാണ്ടാണ് വന്യമൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ടീനാമ്മ, എങ്ങനെയാണത് ബോട്ടിങ്? ഒന്നിനെയും കണ്ടില്ല. എല്ലാവരും നിരാശയിലാണ് ബോട്ടിങ്ങിൽ നിന്ന് ഇറങ്ങിയത്. ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് മേളിലേക്ക് പോകാമെന്നാണ്. ഇവിടെ കുറേ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. കൊറോണ കാലമായിട്ട് കുറച്ച് നാൾ അടച്ചിട്ടുകൊണ്ട് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നാലും ബാത്റൂമിൻ്റെ കാര്യത്തിൽ ഒരു വൻപിച്ച പരാജയമാണ്. ഡോറ് പോലും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ കഷ്ടം. കുരങ്ങന്മാരെ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല. കുഞ്ഞു കുരങ്ങന്മാർ നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യേണ്ട. ഇവന്മാരെ കൊണ്ട് രക്ഷയില്ല. സെൽഫിയൊക്കെ എടുക്കാൻ നേരത്തെ ഇവന്മാർ വന്ന് എൻ്റെ പോസ് ചെയ്യുന്ന കാണാം. രണ്ട് കുഞ്ഞു കുരങ്ങന്മാർ. ഈ മരമാണ് കുരങ്ങന്മാരുടെ വാസസ്ഥലം. ഇത് നിറച്ചും കുരങ്ങന്മാരാണ്. പഴയ ഒരു മരമാണ്, അതുകൊണ്ട് തന്നെ ഇത് തുള്ളിച്ചാടി നടക്കുന്നവന്മാർ.
തേക്കടിയിൽ നിന്ന് തേക്കടിക്കടുത്തുള്ള ആന ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആന സവാരി എല്ലാം അവൈലബിൾ ആണ്. എലഫന്റ് റൈഡ് ഉണ്ട്. റൈഡ് ആണെങ്കിൽ ഈ സ്പൈസസ് കാർഡിനകത്തുള്ള സഫാരി ഒരു 20 മിനിറ്റ്സ് റൈഡ്. 20 മിനിറ്റ്സ് റൈഡും ബാത്തും ഷവറും. എത്ര പേർക്കാ? ഒരാൾക്ക് ഫ്രണ്ട്സ്. ഓക്കെ. പിന്നെ അത് വരുമ്പോ റൈഡ് ബാത്ത് ഷവറ. അകത്ത് പോണ്ടുണ്ട്. പോണ്ടിനകത്ത് ആനയെ കുളിപ്പിക്കല്, ആനപ്പുറത്തിരുത്തി ഷവർ ചെയ്യിക്കല്. ഷവർ. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ളത് ഷോസ് ഈവനിങ് ഷോസ്, മാജിക് ഷോ, കഥകളി, കളരിപ്പയറ്റ്, ടോളി സിനിമ, അങ്ങനത്തെ പ്രോഗ്രാംസ്, ജീപ്പ് സഫാരി, ഇതൊക്കെയാണ് നമുക്ക് നിലവിലുള്ളത്. അതിനെത്ര ടിക്കറ്റ്? 200. ഇത് ഒരാൾക്ക് പെർ ഹെഡ് റേറ്റാ. 200 രൂപ, 200, 200, 200 അങ്ങനെ. ഇത് എപ്പോ വേണേലും കാണാം. 3Dയുടെ ലേറ്റസ്റ്റ് വേർഷനാണ് 20. അത് കളരിപ്പയറ്റ്, മാജിക് ഷോ. 12 സിനിമ നമുക്ക് ഏത് സമയവും കാണാൻ പറ്റും. 4 പേരാണെങ്കിലും ഒരു ഷോ ഇടുന്നതായിരിക്കും. 3 സിനിമാസാണ്. നമ്മൾ പറയുന്ന അനുസരിച്ച് ഒത്തിരി പേടിപ്പിക്കണമെങ്കിൽ ആ രീതിയിൽ, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള സിനിമാസ് അവരിടും. അടിപൊളിയാണ്. അങ്ങനെ 12 സിനിമ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ആനസവാരി ചെയ്യാൻ പറ്റിയില്ല, നല്ല മഴയായതുകൊണ്ട് ആനസവാരി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇനിയും ഫുഡ് കഴിക്കണം. ഇവിടുന്ന് നേരെ ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഒരു രക്ഷയില്ല, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ടോപ്പേഷ വരുമ്പോൾ മിക്ക ഈ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് നല്ല കോടയായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്ന് ഇത് മൊത്തം മാറി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. 30 രൂപ ആണ് ടിക്കറ്റ് റേറ്റ്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ കിട്ടും. നമുക്കൊരു തമിഴ്നാട് വ്യൂ കാണാൻ പറ്റും. കുമളിയിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വന്ന് കാണാം. ഒരു 3.5 ഏക്കർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, ഫുഡ് കഴിക്കാം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എങ്ങനെയുണ്ട് ടീനാമ്മ? ഞങ്ങൾ ബോട്ടിങ്ങിന് ഞങ്ങൾക്ക് ഇച്ചിരി പരാജയമായിരുന്നു. ഞങ്ങൾ ആനിമൽസിലൊന്നും കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ചോറുണ്ട് കഴിഞ്ഞു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം തമിഴ്നാട് വ്യൂ കാണാൻ വേണ്ടി ഇതിൽ ടവറിൽ കയറിയതാണ്. കുഴപ്പമില്ല, അടിപൊളി. കാണുന്നത് ചന്ദനമരമാണ്. നമ്മൾ മറയൂരൊക്കെ പോയി കണ്ട ചന്ദനമരമാണ്. പക്ഷേ ഇത് ഇച്ചിരി കൊള്ളാം. അത്ര പഴക്കമുണ്ടോ എന്ന് തോന്നുന്നില്ല. മറയൂരൊക്കെ വെച്ച് നമ്മൾ കണ്ടത് നല്ല പഴയ ചന്ദനമരങ്ങളായിരുന്നു. കുഴപ്പമില്ല, ഇതൊക്കെ ചന്ദനമരമൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നൊരു അവസരമാണ്. മണമൊന്നുമില്ല, ഉണങ്ങിക്കഴിയുമ്പോഴായിരിക്കും മണം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മുല്ലപ്പെരിയാർ ഡാം കാണാൻ വേണ്ടിയാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല, നമുക്കല്ല ഒരു വിസിറ്റേഴ്സിനും പ്രവേശനമില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ നേരെ പട്ടുമലപ്പള്ളി, അവിടുന്ന് പാഞ്ചാലിമേടാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിന്ന എല്ലാ സഹകരണത്തിനും നന്ദി. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മളെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ കൂടെ ഉണ്ടാവുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.